വൈകുന്നേരം 5 മണിക്കത്തെ ഫംഗ്ഷന് 4 മണിയായപ്പോൾ കാസർഗോട്ട് നിന്നും കോട്ടയത്ത് വന്നെത്തിയിട്ട് ദാ ഇന്ന് റെഡിയാക്കിക്കോളൂ എന്നും പറഞ്ഞിരിക്കുന്ന ഈ സുന്ദരി എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് കേട്ടോ. ഡിഗ്രി ഫ്രണ്ട്സായ ഞങ്ങൾ ഒരേ നാട്ടുകാരും കൂടിയാണ്. എൻ്റെ അവളുടെയും പേരിലെ സാമ്യമാണ് ഞങ്ങളെ ക്ലാസ്സിൽ വെച്ച് പരിചയപ്പെടുത്താൻ കാരണമായ ഏക ഘടകം. അവൾ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ കാസർഗോഡാണ്. ദൂരെ ആയതിൻ്റെ ചെറിയ സങ്കടം ഞങ്ങൾക്ക് രണ്ടാക്കും ഉണ്ട്. സാരില്ല, രണ്ടാൾ സന്തോഷമായിരിക്കുന്നു എന്നാണ് സമാധാനം. ചുരുങ്ങിയ സമയം മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് മേക്കപ്പ്, ഹെയർ സ്റ്റൈലിംഗ് എന്നിവയ്ക്ക് കുറച്ച് പരിമിതി ഉണ്ടായിരുന്നു. ഇത്രയധികം ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ആൾ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. ആ ക്ഷീണമൊക്കെ മാറ്റി ഒരു ഫ്രഷ്നെസ് ഒക്കെ നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഹെയർ എക്സ്റ്റൻഷൻ ഒന്നും വേണ്ട എന്നവൾ ആദ്യമേ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ഹെയർ സെറ്റ് ചെയ്തത്. ഒരു തുടക്കക്കാരി എന്ന നിലയിൽ കുറച്ചധികം ടെൻഷനോടുകൂടിയാണ് ഞാൻ ഈ വർക്ക് ചെയ്തത്. ബ്രൈഡിന് ആളുടെ സ്കിൻ ടോൺ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ഓവറാകാനും പാടില്ല. ഇത് രണ്ടും സാധിച്ചു എന്നാണ് കേട്ടോ ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? വീട്ടിൽ വന്ന് ഞാൻ റെഡിയായതിന് ശേഷം ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഇതായിരുന്നു കേട്ടോ അവളുടെ ലുക്ക്. എങ്ങനെയുണ്ട്? ആ ഗ്ലോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ലേ?